ഹലോ മക്കളെ, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങളുടെ +2 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എസ് എ ക്വസ്റ്റ്യന് സാധ്യതയുള്ള വെറും ചോദ്യങ്ങൾ മാത്രം പറയുന്ന ഒരു വീഡിയോ അല്ലെ. എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷേ ആ 8-16 മാർക്ക് വാങ്ങാൻ ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളത്. നമുക്കറിയാം 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൽ ഏതെങ്കിലും 2 എണ്ണം എസ് എ ആയിട്ട് എഴുതുന്നതാണ് അല്ലെ നമ്മുടെ ലാസ്റ്റ് 2 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാനത്തെ 3 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് സാധ്യതയുള്ളത് ഈ പറയുന്ന 5 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണം തന്നെയായിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഡയറക്ടറിംഗ് ചാപ്റ്ററിൽ നിന്ന് ഷുവർ ആയിട്ടും ഒരു എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഷുവർ എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻസിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ആദ്യത്തെ ചോദ്യം വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ ഫിക്സ്ഡ് ക്യാപിറ്റലും ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കുമെന്നല്ല, ഒന്നെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്വസ്റ്റ്യൻ വരും അല്ലെങ്കിൽ ഫിക്സ്ഡ് ക്യാപിറ്റലിന്റെ വരും. എന്തിന്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്. അത് ഒരു ഇമ്പോർട്ടന്റ് എസ് എ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചാപ്റ്ററിൽ നമുക്ക് ചോദിച്ചേക്കാവുന്ന ഒരു എസ് എക്ക് സാധ്യത ഉള്ളത് വർക്കിംഗ് ക്യാപിറ്റലിന്റെയോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ക്യാപിറ്റലിന്റെയോ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആണ്. അത് കൂടാണ്ട് വേറെയും ഫാക്ടേഴ്സ് എഫക്റ്റും പഠിക്കുന്നുണ്ട്. ഇത് 2 എണ്ണം വെരി ഇമ്പോർട്ടന്റ് ആണ്. കമ്മിങ് ടു നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും കമ്മ്യൂണിക്കേഷന്റെ ഈ ഡയഗ്രാം വിത്ത് എ ഡയഗ്രാം, കമ്മ്യൂണിക്കേഷനെ കുറിച്ച് സ്റ്റെപ്സ് ഉണ്ട് അല്ലെ, ഏതൊക്കെയായിരുന്നു നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് വിത്ത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ആ റിക്രൂട്ട്മെന്റ് എവിടുന്നാണ്? സ്റ്റാഫിംഗ് ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഇന്റേണൽ റിക്രൂട്ട്മെന്റും എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റും പറയുന്നുണ്ട്. അതിൽ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാണ്? പിന്നെ മാസ്റ്ററിന്റെ നീഡ് ഹയറാർക്കിക്കൽ തിയറി, എഗെയിൻ ഡയറക്ടറിന്റെ ചാപ്റ്ററിന് ആര് ചോദിക്കുന്നു? മാസ്റ്ററിന്റെ നീഡ് ഹയറാർക്കിക്കൽ തിയറി ചോദിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ദ ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ചോദിക്കുന്നു അല്ലെ. 14 പ്രിൻസിപ്പിൾസ് ഏതെങ്കിലും ഒരു 7 എണ്ണമോ 8 എണ്ണമോ എഴുതാൻ വേണ്ടി ചോദിക്കുന്നു. ആദ്യം പറയുന്നത് പ്രവർത്തന മൂലധനം എന്നാൽ എന്താണ് എന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം വരുന്നത് ആശയവിനിമയ പ്രക്രിയ ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി വിശദീകരിക്കുക. ഡയഗ്രാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് പറയുന്ന ആശയവിനിമയം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. റിക്രൂട്ട്മെന്റ് ഉറവിടങ്ങൾ ഹ്രസ്വമായി വിവരിക്കുക. ബാഹ്യ റിക്രൂട്ട്മെന്റ് അല്ലെ, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് മാസ്ലോ ആവശ്യ ശ്രേണി സിദ്ധാന്തത്തിന്റെ ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി മാസ്ലോയുടെ എന്താണ് പറയുന്നത് ആവശ്യ ശ്രേണി ട്ടോ, മാസ്ലോയുടെ നീഡ് ഹയറാർക്കിക്കൽ തിയറിയാണ്. ആൻഡ് വി ഹാവ് ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് തത്വങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു 5 അല്ലെങ്കിൽ 6 ചോദ്യങ്ങൾ എത്ര ഉണ്ട്? 1 2 3 4 5. ഈ ക്വസ്റ്റ്യൻ 2 ആയിട്ട് കാണുകയാണെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങളുടെ എസ് എ ക്വസ്റ്റ്യൻ സെറ്റ് ആയിട്ടുണ്ട് ഫോർ ദ +2 എക്സാമിനേഷൻ. കമ്മിങ് ടു ദ പോയിന്റ്, ഫസ്റ്റ് തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഈസിലി നമുക്ക് എഴുതാം. ബിസിനസിന്റെ നേച്ചർ, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. ഈ 2 പോയിന്റിൽ എന്ത് തരം ബിസിനസ് ആണ്, ബിസിനസിന്റെ സ്വഭാവം എന്താണ്, പ്രവർത്തനത്തിന്റെ തോത് എന്താണ്, നമ്മൾ ഏത് തരം ബിസിനസ് ആണോ ചെയ്യുന്നത് അതനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ വരും, അതിനനുസരിച്ച് ഫിക്സ്ഡ് ക്യാപിറ്റൽ വരും. അതേപോലെ തന്നെ എത്ര വലിയ ബിസിനസ് ആണ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വരും, ഇതേപോലെ തന്നെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്, ഫിക്സ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്ന്. ഈ 2 പോയിന്റ് 2 ഫാക്ടേഴ്സിലും ഇവിടെ ഫിക്സ്ഡ് ക്യാപിറ്റൽ പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ പറയുമ്പോൾ സെയിം പോയിന്റ് ആണ് അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരുന്നു? നമ്മുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്തായിരുന്നു? ലോങ് ടേമിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്. രണ്ടായാലും ബിസിനസിന്റെ വലിപ്പവും കാര്യവും അനുസരിച്ചിട്ട് അതിന്റെ കുറവും കൂടുതലും നമുക്ക് മനസ്സിലാവും. പിന്നെ ബിസിനസ് സൈക്കിൾ ആണ് പറയുന്നത്. ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് കൂടുതൽ കച്ചവടം നടക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. സീസണൽ ഫാക്ടേഴ്സ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു റെയിൻകോട്ട് ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സീസൺ ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് കൂടുതൽ വർക്കേഴ്സിനെ ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് ആവശ്യമുണ്ടാവും, കൂടുതൽ റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ടാവും. വിച്ച് മീൻസ് സീസൺ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് ആവശ്യം. പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നു, ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി വരാനുള്ള സമയം ലോങ് ആണെങ്കിൽ, ലെങ്തി പ്രോസസ് ആണെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നു. ചെറിയ വർക്കിംഗ് ഈ പറഞ്ഞതുപോലെ ചെറിയ ഇതാണെങ്കിൽ പ്രോസസ് ആണെങ്കിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നു. ക്രെഡിറ്റ് അലൗഡ്, ക്രെഡിറ്റ് അവൈലഡ്. നമ്മൾ കടം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇതേപോലെ തന്നെ ഒരുപാട് കടം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. ഇത്രയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഉള്ളത്. ഫിക്സ്ഡ് ക്യാപിറ്റലിലേക്ക് നോക്കുന്ന സമയത്ത് ടെക്നിക്ക്, സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പ്. നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസ് ഒക്കെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതലായിട്ട് എന്ത് വേണ്ടി വർക്കിംഗ് ക്യാപിറ്റൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുന്നത്, സാങ്കേതിക വിദ്യയുടെ നവീകരണം. നമ്മുടെ ഓഫീസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലുള്ള മെഷീൻസെല്ലാം അപ്ഗ്രേഡ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് പുതിയ മെഷീൻ വാങ്ങാൻ ഫിക്സ്ഡ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഗ്രോത്ത് പ്രോസ്പെക്ടേഴ്സ് പറയുന്നു, വളർച്ചാ സാധ്യതകൾ, ബിസിനസിനെ വളർച്ച ബേസ് ചെയ്തിട്ടുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ, നമ്മുടെ ബിസിനസ് ഡിഫറെന്റ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നു. ഫിക്സ്ഡ് ക്യാപിറ്റൽ. അതേപോലെ തന്നെ കൊളാബറേഷൻ, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റെന്റലൊക്കെ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫിക്സ്ഡ് ക്യാപിറ്റൽ കുറയ്ക്കാനും പറ്റും. ഈ 2 ഭാഗങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഐദർ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ നമ്മൾ എന്തിനു പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഏറ്റവും എളുപ്പമുള്ളത് ഇവിടെ പറയുന്ന കമ്മ്യൂണിക്കേഷന്റെ ഒരു ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു എലമെന്റ്സ് ചോദിക്കുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചോദിക്കുന്നതാണ് ഡയഗ്രാം. ഇങ്ങനെ ഒരു ഡയഗ്രാം ഒന്നും നിങ്ങൾ വരക്കണ്ട. നിങ്ങളിങ്ങനെ സെൻഡർ, മെസ്സേജ്,
എൻകോഡിംഗ്, മീഡിയ, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക് എന്നിങ്ങനെ എഴുതിയിട്ട് ജസ്റ്റ് ആരോ മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഫ്രം ദ റിസീവർ അത് ഫീഡ്ബാക്ക് ആർക്ക് കൊടുക്കണം, സെൻഡർക്ക് കൊടുക്കണം എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഇതുപോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡയഗ്രം നിങ്ങൾ വരച്ചതിന് ശേഷം, ഇതുപോലെ ചിത്രമൊന്നും വേണ്ട കേട്ടോ, ആളെയൊന്നും വേണ്ട, ഞാൻ പിന്നെ ഇതൊന്ന് രസാക്കാൻ വേണ്ടി കൊടുത്തതാണ്. അങ്ങനെ ഒരു ഡയഗ്രം വരച്ചതിന് ശേഷം ഓരോ പോയിന്റ് വിശദീകരിക്കുക. കാരണം 8 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ കേവലം ഡയഗ്രം മാത്രം വരച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഓരോന്നും ജസ്റ്റ് ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. സെൻഡർ ആരാണോ, മെസ്സേജ് അയക്കുന്ന ആളെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണ് അല്ലേ, അപ്പോൾ ഇവിടെ എന്താണ്, ഞാനാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണല്ലേ, അപ്പോൾ ഞാൻ എന്താണ്, സെൻഡർ ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ പറഞ്ഞു തരുന്നു എന്നതാണ് എൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്. സന്ദേശം എന്ന് പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് മെസ്സേജ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിലേക്ക് അത് എന്താക്കുന്നു, എൻകോഡ് ചെയ്യുന്നു, അതിനിതിലേക്ക് മാറ്റുന്നു. ഇതിനാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു മാധ്യമം തിരഞ്ഞെടുക്കും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തത് യൂട്യൂബാണ്. ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ പറയുന്നത് ഫേസ് ടു ഫേസ് ആണ്. വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതെന്താണ്, ഒരു വാട്സപ്പ് ആയിരിക്കും മീഡിയം എന്ന് പറയുന്നത്. എന്നിട്ട് അത് ഡീകോഡ് ചെയ്യപ്പെട്ടിട്ട് ആരെടുത്തെത്തുന്നു, റിസീവർ എടുത്തെത്തുന്നു. നമ്മൾ എൻകോഡ് ചെയ്ത സാധനം ഡീകോഡ് ആയിട്ട് എവിടെ എത്തുന്നു, സ്വീകർത്താവിന് എടുത്തെത്തുന്നു, റിസീവർ എടുത്തെത്തുന്നു, നിങ്ങൾ എടുത്തെത്തുന്നു. നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് എന്ത് തരുന്നു, ഫീഡ്ബാക്ക് തരുന്നു, റിപ്ലൈ തരുന്നു. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു എന്തിൻ്റെ, കമ്മ്യൂണിക്കേഷൻ്റെ. വളരെ ഈസി ആയിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ ഓരോ പോയിന്റുകളും എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എഗെയിൻ ഡയറക്റ്റിംഗ് ചാപ്റ്ററിൽ മോട്ടിവേഷൻ്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് മാസ്ലോയുടെ നീഡ് ഹയറാർക്കിക്കൽ തിയറി എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു പിരമിഡ് വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കാറുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കിക്കൽ തിയറി പഠിക്കുക എന്നുള്ളത്. ഡയഗ്രാമത്തിന് പ്രത്യേകിച്ച് ഇവിടെ വാല്യൂ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനൊരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ മതി. ആദ്യം പറയുന്നത് ശാരീരിക അടിസ്ഥാന ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ് എന്ന് പറയുന്നതാണ്. വിച്ച് മീൻസ് ഒരു മനുഷ്യന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ഫുഡ്, വസ്ത്രം, താമസിക്കാൻ ഒരു ഇടം എന്നുള്ളതാണ്. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അത് പറയുന്നത് നീഡ് എന്ന് പറയുന്നത്. ആ ഒരു നീഡ് ആയ ഒരാൾ പിന്നെ ആവശ്യപ്പെടുന്നത് സുരക്ഷാ ആവശ്യങ്ങളാണ്, സേഫ്റ്റി നീഡ്സ് ആണ്. അദ്ദേഹം എന്തിനാഗ്രഹിക്കുന്നു, ഒരു സെക്യൂരിറ്റി, ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് തുടങ്ങുന്നു, സ്ഥിര വരുമാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു, ഒരു സ്ഥിരം ജോലിക്ക് വേണ്ടി ഇതാക്കുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു സെക്യൂരിറ്റി ലെവലിലേക്ക് വരുന്നത്. പണം സേവ് ചെയ്ത് വെക്കുന്നു, പെൻഷൻ സ്കീമിലേക്ക് മാറ്റുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എപ്പോഴാണ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സേഫ്റ്റി നീഡിലെത്തുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഫുഡും ഷെൽട്ടറും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒരു സേവിങ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡിലേക്ക് പോവുകയാണ്. ആൻഡ് തേർഡ് വൺ ഈസ് ബിലോങ്ങിങ് നീഡ്സ് ആൻഡ് ലവ് നീഡ്സ് എന്ന് പറഞ്ഞു, സാമൂഹിക ആവശ്യങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് സേവിങ്സും നല്ലൊരു ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്തിനെ കുറിച്ച് ആലോചിക്കുന്നു, ഒരു ഫാമിലി സെറ്റപ്പിനെ കുറിച്ച് ആലോചിക്കുന്നു, ഫ്രണ്ട്ഷിപ്പ്, ഇൻറ്റിമസി ഒക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് ഗോ വിത്ത് എസ്റ്റീം നീഡ്സ് അല്ലേ. അങ്ങനെ സൊസൈറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് എന്താണ് എന്നെ നാട്ടുകാരൊന്നും ബഹുമാനിക്കാത്തത് എന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, എസ്റ്റീം നീഡിലേക്ക് പോകുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ആത്മസാക്ഷാത്കാര ആവശ്യങ്ങൾ, സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തുന്നു. അവിടെ ഞാൻ എല്ലാം നേടി എന്ന് പറയുന്നതാണോ. ഇത്രയാണ് മാസ്ലോയുടെ നീഡ് ഹയറാർക്കിക്കൽ തിയറി പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ 5 പോയിന്റ് അങ്ങ് പഠിച്ചു വെച്ചിട്ട് ഈ 5 പോയിന്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആദ്യത്തെ ഫുഡ് ഷെൽട്ടർ, രണ്ടാമത് സെക്യൂരിറ്റി, മൂന്നാമത്തെ ഫാമിലി, നാലാമത്തത് സോഷ്യൽ സ്റ്റാറ്റസ്, അഞ്ചാമത് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടൂടാ, 8 മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഗോയിങ് വിത്ത് അനദർ ക്വസ്റ്റ്യൻ, ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലേ. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ പരസ്യം ചെയ്യുകയാണല്ലേ, നമ്മുടെ ജോലിയിലേക്ക്, നമ്മുടെ ഓഫീസിലേക്ക് ഇത്ര ആളുകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാഫിങ്ങിൻ്റെ എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് എക്സ്റ്റേണലി ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് പഠിക്കാനുള്ളത് പറഞ്ഞത്. കാരണം ഇവിടെ 10 എണ്ണം പറയുന്നുണ്ട്, 8 എണ്ണമൊക്കെയാണ് നമുക്ക് മാക്സിമം വേണ്ടത്, അല്ലെങ്കിൽ ഒരു 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നോക്കാം. മൂന്നാമത്തെ തരക്കം അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ് ചെയ്യുന്നു. എവിടെ, ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു. ഞങ്ങളെ ഓഫീസിലേക്ക് ഒരു 5 സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ നേരെ എടുത്തിട്ട് ടി-വിയിൽ കൊടുക്കുകയാണ്, അഡ്വർടൈസിംഗ് ഓൺ ഷെഡ്യൂൾ ടെലിവിഷൻ കൊടുക്കുകയാണെങ്കിൽ അടുത്ത എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. ഈ സെയിം പോസ്റ്റർ എടുത്തിട്ട് നമ്മൾ വെബ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക്ഡിനോ, ഇൻഡീഡോ പോലത്തെ സ്ഥലത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ 3 എണ്ണം സെയിം പോസ്റ്റർ 3 സ്ഥലങ്ങളിൽ കൊടുക്കുന്നതിന് നമുക്ക് 3 പോയിന്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ഡെഫിനേഷൻ എഴുതാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മുടെ പോസ്റ്ററിന്റെ പരസ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ജോലിയുടെ പരസ്യം നമ്മൾ ആദ്യം എവിടെ ചെയ്യുന്നു, ന്യൂസ് പേപ്പറിൽ ചെയ്യുന്നു, രണ്ടാമത് ടി-വിയിൽ ചെയ്യുന്നു, മൂന്നാമത് ഓൺലൈനിൽ ചെയ്യുന്നു. ഇത്ര മാത്രം എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു, 3 പോയിന്റ് ആയിട്ടോ. ഓക്കെ, മേ ബി 4 എണ്ണമാണ് അവർ ചോദിക്കുന്നതെങ്കിൽ 3 എണ്ണം സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസി വൺ ഇസ് ദ, ഈ പറഞ്ഞതുപോലെ തന്നെ റെക്കമെൻഡേഷൻ ഓഫ് പ്രസന്റ് എംപ്ലോയീസ് എന്ന് പറയാം അല്ലേ. നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ തന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതിലെ ഓൾറെഡി ജോലിയിലുള്ള ഓഫീസിലുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പം തന്നെ 4 എണ്ണമായിട്ട്. പിന്നെ പഠിക്കാൻ എളുപ്പമുള്ളതാണ് ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നമുക്കറിയാം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലേക്ക് നേരിട്ട് വന്നിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ഇന്റർവ്യൂ നടത്തുന്നു. അതാണ്
ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഗോസ് വിത്ത് ദ പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ്. ഒരു മിഡിൽ മാൻ ആയിട്ട് നിന്നുകൊണ്ട് വർക്കേഴ്സിനെയും കമ്പനിയും കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റ് ഏജൻസിയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും. ഇഫ് ദേ ആർ ഡൺ ബൈ ദ ഗവൺമെൻറ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നു. പ്രൈവറ്റ് ഏജൻസിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വി കോൾ ഇറ്റ് ആസ് പ്ലേസ്മെൻറ്റ് ഏജൻസി. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 7-8 എണ്ണം എന്തായാലും 8 എണ്ണം ഒന്നും ചോദിക്കൂല. 5 എണ്ണോ 4 എണ്ണോ ഒക്കെ ആയിട്ടാണ് നമുക്ക് ചോദിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഏതെങ്കിലും 4 എണ്ണോ 5 എണ്ണോ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ആൻഡ് ഗോയിങ് വിത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. ഏകദേശം 14ഓളം പ്രിൻസിപ്പിൾസ് ഉണ്ട്. അഗെയിൻ സ്റ്റഡി വിച്ച് വൺ ഈസ് വെരി ഈസി ഫോർ യു. ഒരു 7 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് പഠിച്ചു വെച്ചേക്കുക. ഡിവിഷൻ ഓഫ് വർക്ക്, തൊഴിൽ വിഭജനമാണ്. വർക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വരുന്ന ഒരു അധികാരമാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഡിസിപ്ലിൻ, അച്ചടക്കം. അല്ലേ, നമുക്ക് എന്ത് വേണം? എംപ്ലോയീസിന് നല്ല അച്ചടക്കം വേണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം. യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു വർക്കർക്ക് ഒരു മാനേജർ അടുത്ത് നിന്ന് കമാൻഡ് സ്വീകരിക്കാൻ പാടുള്ളൂ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. കമ്പനിയിലെ എല്ലാവരും ഒരൊറ്റ ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ, ഓഫീസിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പേഴ്സണൽ കാര്യങ്ങളല്ല, ജനറൽ കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. റെമ്യൂണറേഷൻ ഓഫ് പീപ്പിൾസ്. നല്ല രീതിയിൽ എന്ത് കൊടുക്കണം? ജീവനക്കാരുടെ പ്രതിഫലം, ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള പണിയെടുക്കുന്നതിനനുസരിച്ച് ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ്. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കാര്യങ്ങളും ടോപ്പ് ലെവലിൽ മാത്രമുള്ളതാണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ ലെവലിലേക്കും എന്താവുന്നു? താന്നു വരുന്നു. സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. ഓർഡർ എന്ന് പറയുന്നത് ഓരോ സാധനത്തിനും കൃത്യമായ സ്ഥലമുണ്ട്, അവിടെ തന്നെ പേസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇക്വിറ്റി, തുല്യത, എല്ലാവരും എന്താണ്? ഓർഗനൈസേഷനിൽ സെയിം ആണ് എന്ന് പറയുന്നതാണ്. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ഈ പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയീസ് കൂടുതൽ കാലം ജോലിയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. ഇനീഷ്യേറ്റീവ്, ഒരു കാര്യത്തിനൊക്കെ മുൻകൈ എടുക്കാനുള്ള സാഹചര്യം കൊടുക്കുക, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. എസ്പിരിറ്റ്, ഡീകോപ്സ്, ടീം സ്പിരിറ്റ് എന്നുള്ളതാണ് കേട്ടോ. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഒരു ഫാസ്റ്റ് റണ്ണിങ് എന്നുള്ള നിലയിലാണ് നമ്മൾ പറഞ്ഞത്. ഐദർ ഈ ഒരു 5 ക്വസ്റ്റ്യൻ ഒരു സാധനം നമ്മൾ എന്തായാലും എന്തിന് പ്രതീക്ഷിക്കുന്നുണ്ട്? വി ആർ എക്സ്പെക്ടിങ് ഫോർ ദ എസ്എ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് പോയിന്റ്, എന്താണ് നമ്മൾ പറയാൻ വരുന്നത്? നമ്മുടെ എജുപോർട്ടിന്റെ ഒരു വമ്പൻ ഓഫറിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എജുപോർട്ടിന്റെ വമ്പൻ മെഗാ ഓഫറുമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ മാർച്ചിലെ എക്സാമിലേക്ക് മക്കളെ, മാർച്ചിലെ എക്സാം എത്താൻ വേണ്ടിയിട്ട് ഒരു 1,999 rupees ഫസ്റ്റ് 1000 സ്റ്റുഡൻസിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു മെഗാ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് വിത്ത് ഓൾ ദീസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നു കേട്ടോ. ഫുൾ ചാപ്റ്റർ ആക്സസ്, ചാപ്റ്റർ 1 മുതൽ ചാപ്റ്റർ 12, 11 വരെയുള്ള എല്ലാ ചാപ്റ്ററിലേക്കുള്ള ആക്സസ് നമ്മൾ നൽകുന്നു. സിലബസ് കംപ്ലീറ്റഡ് ബൈ ഫസ്റ്റ് വീക്ക്, ഫെബ്രുവരി ഫസ്റ്റ് വീക്കോട് കൂടി കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫെബ്രുവരി മാർച്ച് ബാക്കി സമയത്ത് നമ്മൾ റിവിഷൻ മോഡൽ എക്സാംസ് നടത്തുന്നു. 3 സെറ്റ് ഓഫ് എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട്. ഫുൾ മാർക്ക് നമ്മൾ ഉറപ്പിക്കുന്നുണ്ട്. പേഴ്സണൽ മെൻറ്ററിംഗ്, അല്ലേ, പേഴ്സണൽ മെൻറ്ററിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് മക്കളെ. നിങ്ങളുടെ എന്ത് ചെയ്യുന്നു? ഒരാളെ നിങ്ങൾക്ക് മാത്രമായിട്ട് അസൈൻ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് ആരോടാണ്? മെൻറ്ററോടാണ്. ആ മെൻറ്റർ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരുന്നു, പഠിക്കാനുള്ള സഹായങ്ങൾ തരുന്നു, ഡൗട്ട് ക്ലിയർ ചെയ്തിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് അവർ നിങ്ങൾക്ക് തരും എല്ലാ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. സബ്ജക്ട് വൈസ് ക്ലബ്സ് ഉണ്ട്. ഓക്കെ, ഓരോ സബ്ജക്റ്റും ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് വീക്ക് ആണെങ്കിൽ ആ സബ്ജക്ട് ക്ലബ്ബ് കൂടെ നോക്കി വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. അതേപോലെ തന്നെ വാട്സപ്പിൽ ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്. AI ടൂൾസ് വെച്ചിട്ടാണെങ്കിൽ AI ഡൗട്ട് ക്ലിയറൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. വിത്ത് 1,999 rupees മക്കളെ നമുക്ക് വരുന്ന ഓഫറാണ് എത്രയെന്ന് പറയുന്നത്. ഈ പറയുന്ന 1,999 rupees ഫസ്റ്റ് 1000 ഫോർ ദ പ്ലസ് ടു സ്റ്റുഡൻസ്. ആർക്കെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ഇംപ്രൂവ്മെൻറ്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദാറ്റ് നമ്മുടെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ +1 സ്റ്റഡി ഗ്രൂപ്പാണ്. ഈ +1 സ്റ്റഡി ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. സോറി, +2 കേട്ടോ. ഓക്കെ, മാറിപ്പോയതാണ്. +2 സ്റ്റഡി ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. കാരണം +2 സ്റ്റഡി ഗ്രൂപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ +2 ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വരുന്ന ഗ്രൂപ്പാണ് +2 സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ ഡെയിലി നോട്ട്സും മൈക്രോബിറ്റും ലൈവ് ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും അതിൽ എല്ലാ കാര്യങ്ങളും എത്തും. ഇനി വരാൻ പോകുന്ന ലൈവുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിലെത്തുന്നതാണ്. ഓക്കെ മക്കളെ, താങ്ക് യു. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം.